കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു രേണുവിൻ്റെ ഒരു ചാറ്റ് എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ ഒരാൾ ഒരു കാര്യം വെളിയിട്ടിട്ടുണ്ടായിരുന്നു. ഇത് എനിക്ക് രേണുവിനെ എപ്പോൾ കാണാം, എവിടെ വെച്ച് കാണാമെന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ചാറ്റിൽ ഇത് കണക്ക് പറയുന്നുണ്ടായിരുന്നു. അതിന് മറുപടിയായിട്ടുണ്ട് ഇത് കണക്ക് പറയുന്നുണ്ട്, രേണുവിന് എൻ്റെ മാനേജറിനെ കണ്ടാൽ മതി, എന്നിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാമെന്നൊക്കെ പറഞ്ഞായിരുന്നു ആ ചാറ്റ്. പക്ഷേ അതിൻ്റെ മറുപടി ഒന്നുണ്ടെങ്കിൽ ഇതുവരെ രേണു ഒരു കാര്യവും പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ട് ഇത് കണക്ക് സോഷ്യൽ മീഡിയയിൽ ഓൺലൈൻ മീഡിയ ചാനൽസ് ഉണ്ടെങ്കിൽ രേണുവിനെ കണ്ടപ്പോൾ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിന് രേണു കൊടുത്ത മറുപടി എന്ന് പറഞ്ഞാൽ സാധാ രീതി ഇപ്പം ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഇത് കണക്ക് ആരെങ്കിലും കാണാൻ നമുക്ക് മീറ്റ് ചെയ്യാൻ സംസാരിക്കാം എന്നുള്ള രീതി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തുള്ള വേറൊരു അർത്ഥവുമില്ല. ഇപ്പോൾ നമ്മൾ ആരെങ്കിലും ഇത് ആദ്യമായിട്ട് പരിചയപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കൂടെ പോയി ചായ കുടിക്കുക, അതിനു വേണ്ടി മീറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ മാത്രമാണ് സംസാരിച്ചിരുന്നത്. അതല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തുള്ള വേറെ ഉദ്ദേശങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ആൾക്കാരാണ് ഇത് കണക്ക് ഞാൻ ചെയ്യാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മോശമുള്ള രീതിയിൽ ഞാൻ ചെയ്യുന്നതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഇത് സാധാ രീതിയിൽ ഒരു നോർമൽ ചാറ്റാന്നുള്ള രീതിയിലായിരുന്നു രേണുവിൻ്റെ മറുപടി. ഇത് കേട്ടതിന് ശേഷം ഒരുപാട് ഇത് കണക്ക് രേണു ചുമ്മാ പറയുന്നതാണ്, കള്ളം പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇത് കണക്ക് പറയുന്നുണ്ട്. പക്ഷെ അത് സത്യമാണോ അല്ലയോ എന്ന് അറിയത്തില്ല. എന്തായിരുന്നാലും അത് അവരുടെ ഭാഗത്തുണ്ടായിരുന്ന കാര്യങ്ങൾ അവർ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്.